10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കിട്ടിയ ഒരു ഹാഫിളിനെ കാണാൻ വന്നാണ്. കൂട്ടിലങ്ങാടിലാണുള്ളത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈസ് മണിയാണ് ഇതെന്ന്. അസ്സലാമു അലൈക്കും. എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫാമിലി ഇവിടെ ഉപ്പാനാണ് ആദ്യം. ഇതാണ് ആൾ, പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ കാണാൻ പറ്റിയത്. നമുക്ക് സംസാരിക്കാം. അതിൻ്റെ അടി ഫാദർ. ഓക്കെ, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പേര്? അബ്ദുൽ നാസർ. ഇത് ബ്രദറാണല്ലേ, ചേഷ്ടനല്ലേ? പേര് മുഹമ്മദ് സാബിത്ത്. ഓക്കെ കയ്യേരി. ഓക്കെ, സന്തോഷങ്ങളും ഹാഫിൽ തന്നെയാണ്. ഓക്കെ, ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താ പറയുക, ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ 5 മക്കൾ ഹാഫിളാണ്, അതല്ല പറഞ്ഞത്? ഓക്കെ, ഇപ്പോൾ 2 പേര് പഠിക്കുന്നുണ്ട്. അതെവിടെയാണ്? പിന്നെ ഒന്ന് സെൻട്രൽ പള്ളിയിൽ മഞ്ചേരി, ഒന്ന് പാറടിയിൽ. ഇതും ഒരു വളരെ അപൂർവമായ സംഭവമാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ താരം ഇദ്ദേഹമാണ്. എൻ്റെ പേര് മുഹമ്മദ് സഹൽ. സഹലിന് ഏത് അവാർഡാണ് ഇപ്പോൾ കിട്ടിയത്? AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് 2025. അഖില കേരള ഹിഫ്ളുൽ ഖുർആൻ മത്സരത്തിൽ ഖുർആൻ 30 ജുസ് കൂടെ അതിൻ്റെ ആശയസഹിതമായ ഒരു മത്സരമായിരുന്നു. അതിൽ 1ാം സ്ഥാനം. ഇതൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് പേരുണ്ടല്ലോ. ഇതെന്തായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞു? നമ്മൾ കുടുംബത്തിലെ പ്രതിഭയെ ആദരിക്കൽ ഒരു ചടങ്ങാണ്. ഞങ്ങൾ ഇങ്ങനൊരു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കാൻ തന്നെ ഈ ഒരു പ്രതിഭ ഈ ഒരു നേട്ടം കൈവരിച്ചത് ഒരു വ്യത്യസ്തത ഉണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുമായിട്ട് ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഒന്നുകിൽ ഖുർആൻ പാരായണ മത്സരമായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ള് മത്സരമായിരിക്കും. പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ അർത്ഥവും കൂടി ചോദിച്ചുകൊണ്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ അതിൽ ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളത് അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷവും ഇതുപോലെ AP അസ്ലം ഹോളി ഖുർആൻ അവാർഡിൽ 2024 ഈ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ അംഗം എൻ്റെ സഹോദരൻ അനിയൻ മത്സരിച്ചിരുന്നു. ഇവിടെ ഈ AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ഫൈനൽ മത്സരത്തിലേക്ക് 18 ആളുകളാണ് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം 17 ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 17 വിദ്യാർത്ഥികളിൽ ഫൈനൽ വിദ്യാർത്ഥികളിൽ ഒരാളായിട്ട് സഹലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അവസാനത്തു നിന്നും സെക്കൻഡായിരുന്നു സഹൽ, അഥവാ 16ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ അവന് തീരുമാനിച്ചു, എന്തായാലും അടുത്ത വർഷം ഞാൻ ഫസ്റ്റ് വാങ്ങും. അതൊരു വാശിയായി, അതൊരു തീരുമാനമായി എടുത്തു. അതിനുവേണ്ടി അധ്വാനിച്ചു, കഠിനാധ്വാനം ചെയ്തു. കൂടെ ഉപ്പയും ഉമ്മയും ഒക്കെ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ദുആ ചെയ്തു. അവരൊക്കെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തതായിട്ട് എനിക്കറിയാം ഇതിനു വേണ്ടിയിട്ടൊക്കെ. അതെ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു അവരാഗ്രഹിച്ച, അവർ സ്വപ്നം കണ്ട ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഈ വർഷത്തെ AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് 2025. പിന്നെ എത്ര പേര് മത്സരത്തിലുള്ളത്? മത്സരത്തിൽ 200 പേരടങ്ങുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഏകദേശം 21 വയസ്സ് തികഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാനാവൂ. അതിന് 22-23 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഹിഫ്ള് 30 ജുസ് മനഃപ്പാഠമാക്കിയവർക്കും അതുപോലെ അതിൻ്റെ പരിഭാഷ സഹിതം 30 ജുസ് പരിഭാഷ സഹിതം മനഃപ്പാഠമാക്കിയവർക്കും മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ അവസരം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له. അപ്പോൾ ഇതാണ് ഇവരുടെ ഫാദർ. പിന്നെ എന്ത് തോന്നുന്നു ഈ അവസ്ഥ? വളരെ സന്തോഷം. 10 മക്കളുണ്ട് അല്ലേ? 10 മക്കൾ. അൽഹംദുലില്ലാ. 10 മക്കളിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. ബാക്കി 9 കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട്. എന്താ ഈ ഒരു വലിയൊരു നേട്ടമാണ് മകന്. നേട്ടാണ്. അത് നല്ല പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? പ്രാക്ടീസ് ചെയ്തിരുന്നു. നമ്മുടെ ദുആ പ്രത്യേകിച്ചുണ്ടായിരുന്നു. അതൊരു നാടിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശിക്കുന്നു. നമുക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള സംഗതി ഞങ്ങളെ കുടുംബത്തിൻ്റെ നായകനാകുന്ന ഉപ്പയെ കുറിച്ചാണ്. ഉപ്പ ഒരു സാധാരണക്കാരനാണ്. ചെറുപ്പം മുതലേ ഒരു സാധാ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ കൂലിപ്പലൊക്കെ എടുത്ത് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ മൗലവിയോ ഒന്നല്ല. ഒരു സാധാരണക്കാരൻ. ആ സാധാരണക്കാരനായ ഉപ്പാക്ക് അൽഹംദുലില്ലാ 10 മക്കളുണ്ടായിരുന്നു. അതിലിപ്പോൾ നിലവിൽ 9 മക്കളുള്ളത്. ആ 9 മക്കളിൽ 7 മക്കളും ഇന്ന് ഈ മാർഗത്തിലാണ്.
7 മക്കൾ ഈ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ 5 മക്കൾ ഹാഫിലിങ്ങളായി കഴിഞ്ഞു. ആൺമക്കളിൽ 3 ആളുകൾ ഹാഫിലിങ്ങളായി കഴിഞ്ഞു. പെൺമക്കളുടെ കൂട്ടത്തിൽ 2 ആളുകൾ ഹാഫിലത്തുകളായി കഴിഞ്ഞു. ഇപ്പം നിലവിൽ ഒരു മോനും ഒരു മകളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരാളും കൂടി ബാക്കിയുള്ളൂ. അതായതാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ അനിയൻ. ഇനി ഇതും കൂടി ഇൻഷാ അല്ലാഹ് ഈ മാർഗ്ഗത്തിലേക്ക് വരാൻ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടുത്ത റമദാനോട് കൂടി ഹിഫ്ള് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തെ പറഞ്ഞേക്കും. അപ്പം എന്തായാലും ഇതൊക്കെ ഉപ്പയുടെ ആഖിറത്തിലേക്ക് ഇതൊക്കെ ഉപകാരപ്പെടട്ടെ. ഉപ്പയുടെയും ഉമ്മയുടെയും, ഉമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്, ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആഖിറത്തിലേക്ക് ഈ മക്കളുടെയൊക്കെ ഈ ഒരു അധ്വാനവും ഈ ഒരു പഠനമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് പറയുമ്പോഴേ ഉപ്പയും ഞാനും ഒരുമിച്ച് കൂട്ടിലങ്ങാടി സ്കൂളിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഉപ്പാക്ക് എന്തായാലും എല്ലാ മക്കളെയും നല്ല മാർഗത്തിൽ തന്നെ ചലിപ്പിക്കാൻ കഴിഞ്ഞു. ഭയങ്കര അഭിമാനമുള്ള നിമിഷമല്ലേ, പ്രത്യേകിച്ച് ഞങ്ങളെ നാട്ടുകാരൻ. പക്ഷെ നമ്മൾ അറിയില്ലായിരുന്നു ഇങ്ങനെ അടുത്തുള്ള ഒരാൾ ഇങ്ങനെ പ്രതിഭകളൊക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പത്രവാർത്ത കണ്ട് പൈസ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. അൽഹംദുലില്ലാ, ഈ ഒരു എന്താ പറയുക വളരെ സന്തോഷം നൽകുന്നൊരു നിമിഷമാണ്. അദ്ദേഹം പിന്നെ AMVI എന്നല്ല പറയല്ലേ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. കോട്ടൊക്കെ ഉണ്ടായിരുന്നോ? പേര് പറഞ്ഞു. എൻ്റെ പേര് ഷബീർ. ഇപ്പോൾ കോഴിക്കോട് ആർട്ട് ഓഫീസിൽ. ഇവരെ അത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മകനാണ്. അപ്പോൾ ഫാമിലിക്ക് എന്ത് വന്നു? ഇപ്പോൾ ഫാമിലിക്ക് എന്ത് പറയാൻ അത്രയും സന്തോഷമാണല്ലേ. ഞാൻ ഹിഫ്ള് പഠിച്ചത് സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ കീഴിലായിട്ടുള്ള കുല്യത്തുൽ ഹിദായത്തുൽ ഇസ്ലാമി എന്ന സ്ഥാപനം. അത് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ കീഴിലായിട്ടുള്ള ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഹിഫ്ള് പൂർത്തിയാക്കിയത്. ഏകദേശം അവിടെ 3 വർഷത്തോളം ചിലവഴിച്ചു. അങ്ങനെ ഏകദേശം ഞാൻ അവിടെ നിന്ന് ഹിഫ്ള് പഠനം കഴിഞ്ഞ് വേട്ടയക്കോട് എന്ന് പറയുന്ന അൽ ജാമി നജ്മുൽ ഹുദ അൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തിലേക്ക് ശരിയാ കോഴ്സ് പഠനത്തിന് വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ഏകദേശം 7 വർഷങ്ങൾ ഇപ്പോൾ പഠനം കഴിഞ്ഞു. ഈ വർഷം ഫെബ്രുവരിയിൽ അവിടെ പഠനം പൂർത്തിയായി. അവിടെ ഡിഗ്രി BA അറബിക്ക്. അപ്പോൾ ഇതിൻ്റെ സംഘാടകരാരൊക്കെയാണ്? ഇദ്ദേഹത്തിൻ്റെ അനുജന്മാരായ പി അബ്ദുൽ സമദ് സാഹിബും AP ഷംസു സാഹിബും ഇവരൊക്കെ ഉണ്ട്. അമീൻക അവിടെ ഉണ്ടായിരുന്നോ? അൻവർ അമീൻക അവരൊക്കെ ഉണ്ട്. അതൊന്ന് ചോദിച്ചാണ്. ഉപ്പയുടെ ഫാമിലി കുന്നുമൽ ഫാമിലി, പാറടിയിലാണ് വീട്. ഇത് ഉമ്മയുടെ വീട് കൂരി ഫാമിലിയാണ്. ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആള് ഇവരാണ്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളിപ്പോൾ ഇവരാണ്. പിന്നെ നാണികാക്ക എന്ന് പറയും ഞങ്ങളുടെ കുഞ്ഞു മുഹമ്മദ്. ഇപ്പോൾ കൂട്ടിലങ്ങാടി GP സ്കൂളിലെ PTA പ്രസിഡൻറ്റും കൂടിയാണ്. പിന്നെ ഇത് അതിൻ്റെ താഴെയുള്ള മോനാണ്. പിന്നെ 3 പെൺമക്കളുണ്ട്. എന്തായാലും 6 മക്കളാണ് വല്യമ്മക്ക് ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ ആ വല്യമ്മയുടെയും വല്യപ്പയുടെയും അഭാവത്തിൽ പേരക്കുട്ടി ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ സന്തോഷം അവരുടെ ഖബർ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു.